ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് 2 കിലോമീറ്ററുകളോളം AC-യിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാർക്കിലാണ്. ഇവിടുത്തെ ഇപ്പോൾ ഖത്താറിലെ ചൂടെന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയോളം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ആളുകൾക്ക് അത് പാർക്കിൻ്റെ ഒരു ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ 2 കിലോമീറ്ററുകളോളം AC-യിൽ കൂടെ നമുക്ക് നടന്ന് പാർക്കിൻ്റെ ഭംഗി ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ പാർക്കിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. So this is the coolest park in Qatar. ഈ പാർക്കിൻ്റെ പേര് അൽ സലീം പാർക്ക് എന്നാണ്. ഇത് ഖത്താറിലെ അൽ സലീം എന്ന് പറയുന്ന പാർക്കിലാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ടണൽ പോലെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പുറത്തെല്ലാം നിറയെ ഗ്രീനറിയും ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഔട്ട്ഡോർ ആണെങ്കിലും നിറയെ ഗ്രീനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഗ്രീനറീസാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 50 ഡിഗ്രി വരെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനത്തെ ഒരു പാർക്ക് ആയതുകൊണ്ട് ഇവിടെ ചൂടിൻ്റേതായിട്ടുള്ള ഒരു ഇത് നമുക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ ഫുൾ ടെമ്പറേച്ചർ കൺട്രോളിനായിട്ട് മിസ്റ്റ് അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. Underneath the entire path, there are specialized air ducts that blow out cool air. So ventilation താഴെയാണ് beneath the walking path. സോ ഈ എയർ കണ്ടീഷൻ സെറ്റപ്പിൻ്റെ പുറത്തും കൂടെ നടക്കാം, പുറത്തും കൂടെ സൈക്കിൾ ഓടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അകത്തും കൂടെ ചൂടെടുക്കുകയാണെങ്കിൽ അകത്ത് കയറിയിട്ട് AC കണ്ട് അങ്ങനെ നടക്കാം. അങ്ങനെ 2 ഓപ്ഷൻസും ഉണ്ട്. പുറത്തെല്ലാം മാസീവായിട്ടുള്ള ഗ്രീനറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഫുൾ ഒരു പാത്ത് വേസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. 2 കിലോമീറ്റർ വരെ AC-യിലുള്ള ഒരു പാത്ത് വേ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പുറത്ത് ഇങ്ങനെ കുറേ കുന്നുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്മോൾ മൗണ്ടൻസ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നോക്കി എത്ര വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന്. ഈ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഒരുപാട് സ്പേസ് ഇട്ടിട്ടുണ്ട് പുറത്തു കൂടെയുള്ള വ്യൂ കണ്ടുകൊണ്ട് നടക്കാനായിട്ടും. അതിൻ്റെ ഇടയ്ക്കൊരു ഐസ്ക്രീം മേടിച്ചതാണ്. അവിടെ പുറത്ത് തന്നെ ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. സാധാരണ നമ്മളുടെ പാർക്സിലൊക്കെ കിട്ടുന്ന പോപ്കോൺസ് അങ്ങനത്തെയൊക്കെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഷോപ്സാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് നടക്കേണ്ട ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഒരുപാട് ഇങ്ങനത്തെ ബെഞ്ചസും അങ്ങനെയൊക്കെയും ചെയ്തിട്ടുണ്ട്. നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. പൊതുവെ ഇവിടെ ഇപ്പോൾ പാർക്സിലെല്ലാം ചൂടായതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു പാർക്കിൽ നല്ല തിരക്കുണ്ട്. ഇങ്ങനത്തെ ഒരു ഇൻഡോർ AC 2 കിലോമീറ്റർ സെറ്റപ്പ് ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ മിസ്റ്റിൻ്റെ സെറ്റപ്പ് ഉള്ളത് കൊണ്ടും ഈ ഒരു പാർക്കിൽ മാത്രം അത്യാവശ്യം നല്ല തിരക്ക് ഇപ്പോൾ ഇവിടെ ഇത്രയും ചൂടായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറത്തൊക്കെ ഒരുപാട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് സോൺസ് അങ്ങനെ ചെയ്തിരിക്കുന്ന ഏരിയാസ് ഉണ്ടായിരുന്നു. അതുപോലെ എക്സസൈസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാനായിട്ട് അതിനുള്ള മെഷീൻസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെഷീൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോ. സോ ദിസ് ഈസ് ദ ഔട്ട്സൈഡ് വ്യൂ. ഫുൾ ഗ്രീനറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗ്രീനറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ട്രെയിൻ പോലെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ആ ഒരു AC-യുടെ ആ ഒരു സെറ്റപ്പ്. അങ്ങനെ നീണ്ടു നിവർന്ന ഒരു ട്രെയിൻ പോലെ 2 കിലോമീറ്റർ ഇങ്ങനെ കിടക്കുകയാണ്. അതിലൂടെ നടക്കേണ്ടവർക്ക് അതിലൂടെ നടക്കാം, പുറത്തും കൂടെ നടക്കേണ്ടവർക്ക് പുറത്തുകൂടെ നടക്കാം. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്തും കൂടെ നടന്നു കഴിഞ്ഞാലും പുറത്തെ വ്യൂസ് എല്ലാം വളരെ വിസിബിളാണ്. ഇടയ്ക്ക് ഇങ്ങനെ വിൻഡോസ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം പുറത്തെ വ്യൂസ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അകത്തും കൂടെ നടക്കാം. അങ്ങനെ ഇതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാഫിൾ കഴിക്കാൻ മേടിച്ചപ്പോഴാണ് ഒരു പൂച്ച സാർ ആ വഴി വന്നത്. പൂച്ച സാർ ഇച്ചിരി ഫുഡ് തരുമോ ചേച്ചിയും ചോദിച്ച് അടുത്ത് വന്നു. അപ്പോൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ല. കൊടുത്തു കഴിഞ്ഞപ്പോൾ പോവണ്ട, നിനക്ക് വല്ല ബർഗറും മേടിച്ച് തിന്നുകൂടെയും ചോദിച്ചു. Thanks for watching, and also നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ആൻഡ് ഓൾസോ പ്ലീസ് ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബട്ടൺ. എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.